വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. ഓണ പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്ന എല്ലാ 1 മാർക്ക് ചോദ്യങ്ങളും അത് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓണ പരീക്ഷ ഞങ്ങൾ സെറ്റ് ആയി തരും. റെഡി അല്ലേ? അപ്പൊ 1 മാർക്ക് പഠിക്കല്ലേ? റെഡിയാണ് മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. Which is the suffix for hydrocarbons with double bond? ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ ഉള്ള സഫിക്സ് എന്താണെന്നല്ല. യെസ്, അതിനൊരു ട്രിക്ക് ഉണ്ട്. അവർക്ക് 3 എണ്ണാണ്. എയ്ന്, ഈന്, ഐന് അല്ലെ? ഒരു സെക്കൻഡ്, ട്രിക്ക് പറയുന്നതിനൊരു സഫിക്സിന്റെ മലയാളം എന്ന് പറയോ? കുറച്ചു മുന്നേ പഠിച്ചു വെച്ചിട്ടാണ് എന്നോട്. മക്കളെ ഇത് ഓർത്താ മതി. നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം വരുന്നത് എ ആണ്, ഒന്നാമത് വരുന്നത്. അപ്പൊ സിംഗിൾ ബോണ്ടുകളെ സൂചിപ്പിക്കാനാണ് എയിൻ യൂസ് ചെയ്യുക. ഇനി രണ്ടാമത് വരുന്നതാണ് ഈന്, അതുകൊണ്ട് ഡബിൾ ബോണ്ട് എന്ന് ഓർക്കുക. മൂന്നാമത് വരുന്നതാണ് വൈ, അപ്പൊ ട്രിപ്പിൾ ബോണ്ട്. ഷോർട്ട് കട്ട് ആണ്, അവർക്ക് അറിയാവുന്നതാവും. അപ്പൊ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഇ ആണ്. ഈനാണ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിലെ കോമ്പൗണ്ട് ഈനടുത്ത്. അടുത്ത ചോദ്യം ഇതാണ്. ടു വിച്ച് കാറ്റഗറി ഡസ് ഈ ഒരു കോമ്പൗണ്ട് ഏത് കാറ്റഗറിയിൽ വരുന്നതാ? ഇതൊരു ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ, അല്ലെങ്കിൽ സൈക്ലിക് ആൽക്കീൻ ആണോ? കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണോ, കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണോ, കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണോ? യെസ്, ഇവിടെ നിങ്ങൾ നോക്കിയ എല്ലാം സിംഗിൾ ബോണ്ടുകൾ. ഇത് സിംഗിൾ 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 എല്ലാം സിംഗിൾ ബോണ്ടുകൾ ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഇറ്റ്സ് ആൻ ആൽക്കെയിൻ. എയിൻ സിംഗിൾ ബോണ്ടിന് എയിൻ. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. ആസിഡുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് COOH. അങ്ങനെയാണെങ്കിൽ ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കഹോൾ അറിയാലോ, ബീവറേജ് ആൽക്കഹോൾ. അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളല്ല നോർമലി കഴിക്കുന്ന ആൽക്കഹോൾ എന്താ? ആൽക്കഹോൾ തന്നെയാണ്. അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? OH ആണ് ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? OH ഗ്രൂപ്പ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ആസിഡിന്റെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. COH, ആൽക്കഹോൾ, OH. അപ്പോൾ ഓർത്ത് വെച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. അസറ്റിക് ആസിഡിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? യെസ്, അസറ്റിക് ആസിഡിന്റെ ഫോർമുല എന്തായിരുന്നു? CH3 COOH ആണ് അസറ്റിക് ആസിഡ്. അപ്പൊ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? COH. ഇനി ഫോമിക് ആസിഡ് ആണെങ്കിലും COH തന്നെയാണ്. HCOH. അപ്പൊ 2 എണ്ണം പഠിച്ചു വെച്ചോ. അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, ഫോമിക് ആസിഡ്, മെത്തനോയിക് ആസിഡ് അല്ലേ? COH. യെസ്. സോ അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ ആരാണ് ഒറ്റയാനെ? വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് റീസൺ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഒന്ന് പറഞ്ഞു. ആദ്യത്തെ കോമ്പൗണ്ട് CH4. CH4 എന്ന് പറഞ്ഞാൽ വരയ്ക്ക് പിക്ചർ. CH4 കാർബൺ 4 ഹൈഡ്രജൻ. ആ എല്ലാ ബോണ്ടുകളും എന്ത് ബോണ്ടുകളാണ്? ഒറ്റ കാർബണേ ഉള്ളൂ. യെസ്, അപ്പൊ കാർബൺ കാർബൺ ബോണ്ടിന്റെ എണ്ണം നോക്കേണ്ട ആവശ്യമില്ല. C3H4 ആണ്. C3H4 എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആറ്റം 4 ഹൈഡ്രജൻ. അപ്പൊ അതെന്തായിരിക്കും? ട്രിപ്പിൾ ബോണ്ട്. അതൊരു ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. CH3 CH, അടുത്ത C2H2. യെസ്, 3 കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊരു ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ ആദ്യത്തേത് ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആ. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ലാത്തതിനെ മലയാളം പറയാത്തി. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ അപൂരിത ഹൈഡ്രോ കാർബൺ എന്നാ പറയാ. രണ്ടാമത്തെ കോമ്പൗണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അടുത്തത് C2H2, 2 കാർബൺ. 2 കാർബൺ, എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ. യെസ്, 2 കാർബണും 2 ഹൈഡ്രജനും ഇട്ട് കൊടുക്കുക. ഇതിനിടയിൽ വരുന്ന ബോണ്ട് എന്തായിരിക്കും? അഫ്കോഴ്സ് അതൊരു ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അപ്പൊ ഇതും എന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ലാസ്റ്റ് വൺ C2H4, 2 കാർബൺ 4 ഹൈഡ്രജൻ. CH2. അപ്പൊ ഇവർക്കിടയിൽ വരുന്ന ബോണ്ട് ഡബിൾ ബോണ്ട്. യെസ്, അപ്പൊ ഇതും എന്താ? അൺസാച്ചുറേറ്റഡ്. അപ്പൊ ഒറ്റയാൻ ആരാണ് ആദ്യത്തെ? അപ്പൊ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആർ നോൺ ആസ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആൻഡ് കാർബൺ കാർബൺ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് നോൺ ആസ് അൺസാച്ചുറേറ്റഡ്. അപ്പൊ ബാക്കി 3ഉം അൺസാച്ചുറേറ്റഡ് ആണ്. മക്കളെ അടുത്ത ചോദ്യം ഇതാണ്. ഒരു സൈക്ലിക് കോമ്പൗണ്ടിനെ കുറിച്ചുള്ള കുറച്ച് ഹിന്റുകൾ തന്നിട്ടുണ്ട്. അത് വെച്ച് ആ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. സൈക്ലിക് ആണ്. 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ 1 2 3 4 5 6 12 ഹൈഡ്രജൻ ആറ്റം. ഓരോ കാർബണിലും 2 ഹൈഡ്രജൻ കൊടുക്കും. ഓരോ കാർബണിലും 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ ഇവിടെ 2. മക്കളെ ഇത് ഒരു കാർബൺ, ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ. ഓരോ പോയിന്റ് ഓരോ കോർണറും ഓരോ കാർബണാ. ഓരോ കോർണറും ഓരോ കാർബൺ. 2 ഹൈഡ്രജൻ വീതം. അപ്പൊ ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ,
ഇവിടെയും രണ്ട് ഹൈഡ്രജൻ സിമ്പിൾ, Yes. വെരി സിമ്പിൾ. ഓക്കെ. അപ്പൊ സ്ട്രക്ചർ Ready. കിട്ടി. ഇതിങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഇത് ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ ഹൈഡ്രജനെ വരയ്ക്കണമെന്നില്ല, ഹൈഡ്രജനെ വരയ്ക്കണം ഒരു നിർബന്ധമില്ല. അങ്ങോട്ട് വരച്ചോ. അതിന്റെ പേരൂടെ പറഞ്ഞു മാറ്റി. സൈക്ലോഹെക്സെയിൻ. 6 കാർബൺ, ഹെക്സ് ആണ്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് എയിൻ, സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോഹെക്സെയിൻ. യെസ്, ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല ഉള്ളിലെ. അടുത്ത ചോദ്യം ഇതാണ്. ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിന്റെ IUPAC നെയിം എഴുതണം. ഏറ്റവും വലിയ ചെയിൻ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉറപ്പായും ഓണപരീക്ഷയിൽ വരും അല്ലെ. 200% ചോദിക്കുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ചെയിൻ നോക്കാം. ഇവിടെ ഇങ്ങനെ എടുത്താൽ അയ്യോ റെഡ് എടുത്താൽ മതിയായിരുന്നല്ലേ ആറ്റി. യെസ്, അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. ഏറ്റവും വലിയ ചെയിനെ ആദ്യം സെലക്ട് ചെയ്തു. ബ്രാഞ്ചുള്ള കാർബൺ ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ ആദ്യത്തെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്തു. ആദ്യം നമുക്ക് വേർഡ് റൂട്ട് എഴുതിയാലോ. 1 2 3 4 5 6 കാർബൺ ഉണ്ട്. 6 കാർബണ് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ്. ഹെക്സ് എന്ന് കൊടുത്തു. H സ്മോൾ ലെറ്റർ കൊടുക്കണം. സ്മോൾ ലെറ്റർ കുഴപ്പമൊന്നുമില്ല, അവർക്ക് സ്മോൾ ലെറ്റർ ആണ്. H സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, സ്മോൾ ലെറ്റർ. യെസ്. ഇനി അടുത്തത് ഏതൊക്കെയാ ബ്രാഞ്ചുകളെന്ന് നോക്കാം. ഏതൊക്കെ ബ്രാഞ്ച്? ഒന്ന്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. 2 CH3 ഉണ്ട്. ബ്രാഞ്ചുകൾ എങ്ങനെ നമ്പർ ചെയ്യും എന്നുള്ള നോക്കണം. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, പാരന്റ് ചെയിനിൽ വെളിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ഇതുണ്ടോ, ബാക്കി കാര്യങ്ങൾ ബ്രാഞ്ചുകളാണ്. അതായത് ശാഖ എന്ന് പറയും മലയാളത്തിൽ. ശാഖ റെഡി അല്ലേ? ഓക്കെ, ആദ്യത്തെ ശാഖയ്ക്ക് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിംഗ് സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്ന നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ചെയ്താൽ 1 2 3 4 5 6. അതായത് രണ്ടാമത്തെ പൊസിഷനിലും കളർ മാറി ചെയ്തോ. 2ലും 4ലും ബ്രാഞ്ച് വരുന്നതാണ് ആദ്യത്തേത്. യെസ്, രണ്ടാമത്തെ നമ്മുടെ ഈ കളർ തന്നെ കൊടുക്കാം. 1 2 3 4 5 6. ഇങ്ങനെ ചെയ്താല് 3ലും 5ലും ബ്രാഞ്ച് വരിക. ബ്ലൂ കളർ 3ലും 5ലാണ്, റെഡില് 2ലും 4ലാണ്. ഏതാ ഫസ്റ്റ് നമ്പർ? ഫസ്റ്റ് ചെറിയ നമ്പർ. ഫസ്റ്റത്തെ ചെറിയ നമ്പർ. അപ്പൊ ഏതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ ചെറിയ നമ്പർ ഏതാ സെലക്ട് ചെയ്യുന്നത്? യെസ്, നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 24. യെസ്, 24 ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. 3 5 അല്ല, 24. 24ലും ഏത് ഗ്രൂപ്പാ ഉള്ളത്? CH3. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ. 2 കാർബണുള്ള ബ്രാഞ്ചിന് ഈഥൈൽ. 3 കാർബൺ പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, പെൻടൈൽ, ഹെക്സൈൽ, ഹെപ്റ്റൈൽ, ഒക്ടൈൽ, നൊണൈൽ, ഡെക്കൈൽ. ഓക്കെ. യെസ്, അപ്പൊ CH3 എന്ന് പറഞ്ഞാൽ മീഥൈൽ ആണ് ബ്രാഞ്ച്. ശാഖയുടെ പേര് മീഥൈൽ എന്നാണ്. സോ 2,4 ഡൈമീഥൈൽ. 2 മീഥൈൽ. ഇനി ഒരു കളർ ഇല്ല ചേർക്കാൻ. 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ. ഒരു എയിൻ കൂടി ഉണ്ട്. കാർബൺ കാർബൺ അല്ല, ഇത് പറയണ്ടേ, എല്ലാ കാർബൺ ആറ്റങ്ങളുടെയും ഇടയിൽ സിംഗിൾ ബോണ്ടുകളാണ്. അതുകൊണ്ട് എയിൻ എന്നാണ് നിങ്ങൾ ചേർക്കേണ്ട സഫിക്സ് വരുന്നത്. യെസ്, നമ്മളെ കളർ തന്നെ ഹെക്സൈൻ. 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ. എന്താ മക്കളെ കളർഫുൾ. അടുത്തേക്കും. ഓക്കെ, അപ്പോ 2,4 ഡൈമീഥൈൽ ഏതാ? 2,4 ഡൈമീഥൈൽ അല്ലേ? 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ. 2,4 ഡൈമീഥൈൽ, 2-മീഥൈൽ, 4-മീഥൈൽ പെന്റൈൻ, 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ. ഓപ്ഷനിൽ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദേർ ഇൻ 3-ethyl hexanol? 3-ethyl hexanol എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അറിയണം. എക്സ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ. അപ്പൊ ചില കുട്ടികൾ ഹെക്സ് കണ്ടിട്ട് ഉടനെ 6 കാർബൺ പറ്റൂലേ പണി പാടും. ഹെക്സ് എന്ന് പറയുമ്പോ 6 കാർബൺ. 1 2 3 4 5 6 കാർബൺ വരയ്ക്കുക. അതാണ് നിങ്ങളുടെ ആദ്യത്തെ. ഓൾ കൊടുത്തോ. എൻഡിൽ ഓൾ എന്തുകൊണ്ടാ മനസ്സിലായോ? അല്ലേ? പൊസിഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യത്തിൽ തന്നെ ആയിരിക്കും OH വരിക. ഓൾ എന്നാണ്. ഓള് കണ്ടാൽ OH ആണുള്ളത്. ഓള് കണ്ടാൽ OH. OHന്റെ പൊസിഷൻ പറയുന്നില്ല. ചിലപ്പോ അവർ തരും 1-ലാണോ 2-ലാണോ 3-ലാണോ 4-ലാണോ തരാറുണ്ട്. പക്ഷെ ഇത് തന്നിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റിലായിരിക്കും. ഫസ്റ്റിലായതുകൊണ്ടാണ് പൊസിഷൻ തരാഞ്ഞത്. അപ്പൊ ആദ്യത്തെ കാർബണിൽ OH ഇട്ടു. അതേപോലെ മൂന്നാമത്തെ കാർബണിൽ എന്താ? ഈഥൈൽ. 2 കാർബണുള്ള ബ്രാഞ്ച്. ഈഥൈൽ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് C2H5 എന്ന് എഴുതാം. ചിലപ്പോ മക്കള് പരിചയപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കത്തില്ല. CH2 CH3 എന്നായിരിക്കും ഈഥൈൽ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ്, മൂന്നാമത്തെ കാർബണിൽ ഈഥൈൽ ഗ്രൂപ്പിന് കാർബൺ 6 കാർബൺ. 8 കാർബൺ. 7 8. യെസ്, ഓക്കെ അല്ലേ? അപ്പൊ ഈഥൈലിലെ കാർബണും കൂടി എണ്ണുക. 7 ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട്. യെസ്, ചോദ്യം അപ്പൊ അതല്ല. In alkene there are 4 carbon atoms. How many hydrogen atoms are in it? Yes, alkene ആണ്. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. 4 കാർബണും ഉണ്ട്. അപ്പൊ 4 കാർബൺ വരച്ചോ. 2 3 4. എവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു? എവിടെ വേണം ഡബിൾ ബോണ്ട് കൊടുത്തു?
നമുക്ക് ആദ്യത്തെ കാർബണിന് ഡബിൾ ബോണ്ട് കൊടുക്കാം. ആൽക്കീൻ. ആ എത്ര? ഇങ്ങനെ ഹൈഡ്രജൻ. അപ്പൊ 1 2 ഓൾറെഡി 2 ഉണ്ട്, ഇനി 2 എണ്ണം കൂടെ വരയ്ക്കണം. യെസ് 4. ഈ കാർബണിന് ചുറ്റും 1 2 3 ബോണ്ട് ഉണ്ട്, ഒരു ഹൈഡ്രജൻ. ഈ കാർബണിന് ചുറ്റും 1 2 മൊത്തം 4 ബോണ്ട് വേണം, അപ്പൊ 2 ഹൈഡ്രജൻ. ഈ കാർബണിന് ചുറ്റും ഒറ്റ ബോണ്ടേ ഉള്ളൂ, സോ 3 എണ്ണം കൂടി വേണം. കാർബണിന് ചുറ്റും എപ്പോഴും 4 ബോണ്ടുകളായിരിക്കണം കേട്ടോ. 4 ബോണ്ടുകളുടെ മലയാളം പറ. ബോണ്ട് വര. ഓക്കെ 4 വരകൾ. അപ്പൊ 1 2 3 4 5 6 7 8. അപ്പൊ ഹൈഡ്രജൻ ആറ്റങ്ങൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം 8 ആണ്. 8. അടുത്ത പറ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ആൽക്കോക്സി ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരെന്ത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൽക്കോക്സി. ആൽക്കോക്സിയിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഈതറായിരിക്കും, ഒന്നും നോക്കണ്ട. ആൽക്കോക്സി ആൽക്കെയിൻ എന്ന അവരുടെ പേര്. മെത്തോക്സി പ്രൊപ്പെയിൻ, മെത്തോക്സി ബ്യൂട്ടെയിൻ, മെത്തോക്സി പെന്റെയിൻ. റെഡി? Alkoxy groups are known as ethers. Okay, appo അടുത്ത question. പറയണ്ട ആവശ്യമില്ലല്ലോ. Which is the functional isomer of propanol? Propanol ന്റെ functional isomer. Yes. Okay, ആദ്യം നമുക്ക് പ്രൊപ്പനോൾ എഴുതാം, എന്നിട്ട് എന്താണ് ഫങ്ഷണൽ ഐസോമർ എന്ന് നോക്കാം. മെദ്, എദ്, പ്രൊപ്പനോൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാർബണിൽ എന്ത് കാണും? OH ഗ്രൂപ്പ് കാണും. യെസ്, OH ഗ്രൂപ്പ് കാണും. ഇനി വാലൻസി ഫുൾഫിൽ ചെയ്യാം. CH3 CH2 CH2. ഓക്കെ അല്ലേ? മക്കളൊരു കാര്യം ആലോചിക്കേണ്ടത്, ആൽക്കഹോളിന്റെ ഐസോമർ ഏതാന്ന് വെച്ചാൽ അത് ഉറപ്പിച്ചു, അത് വേറെ മൈൻഡിൽ വേണ്ട. അതെന്തായിരിക്കും? ഈതർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആൽക്കഹോളിന്റെ ഐസോമർ ഏതാ? ഫങ്ഷണൽ ഐസോമർ ഏതാ? ഈതേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫങ്ഷണൽ ഐസോമർ എങ്ങനെയാ വരയ്ക്കാറ്റി? ഒന്നുമില്ല. CH3 CH2. ഫങ്ഷണൽ ഐസോമർ എന്താണെന്ന് അറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തോ. അതായത് രണ്ടുപേർക്കും സെയിം മോളിക്കുലർ ഫോമിലേക്കും വരയ്ക്കുന്ന രണ്ടുപേർക്കും മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കും. കാർബണിന്റെ എണ്ണം സെയിം ആയിരിക്കും, ഹൈഡ്രജൻ എണ്ണം സെയിം ആയിരിക്കും, ഓക്സിജൻ എണ്ണം സെയിം ആയിരിക്കും. പക്ഷേ രണ്ടുപേരും എൻറ്റയർലി ഡിഫറെന്റ് ബിഹേവിയർ. ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ 1 2 3 കാർബൺ ആണുള്ളത്. 3 കാർബൺ എന്ന് പറയുമ്പോൾ C3 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ അല്ല, 5 സോറി 3 2 5 8 ഹൈഡ്രജൻ. ഓക്സിജൻ 8 ഹൈഡ്രജൻ. H8 O ആണ് ഇതിന്റെ മോളിക്കുലർ ഫോമുല വരിക. ഈ കോമ്പൗണ്ടിലോ 1 2 3 കാർബൺ, 8 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. അപ്പൊ സെയിം മോളിക്കുലർ ഫോമുല ആയിരിക്കും, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ പ്രോപ്പർട്ടി, അവർ രണ്ടുപേരും 2 ബിഹേവിയർ കാണിക്കാം. അലമ്പ് സ്വഭാവമായിരിക്കും രണ്ടും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ രണ്ടുപേരും എന്തായിരിക്കും? അവരെ പറയുന്ന പേരെന്താ? ഫങ്ഷണൽ ഐസോമേഴ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് വ്യത്യാസം. മെത്തോക്സി ഈഥെയ്ൻ ആണ്. യെസ്, ഇതിന്റെ പേര് കൂടി എഴുതണേ. മെദ് ചെറിയ ഗ്രൂപ്പ് ആദ്യം, മെദ് ഓക്സി ഈഥെയ്ൻ, മെത്തോക്സി ഈഥെയ്ൻ. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ വേഗം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് റിക്വയർഡ് ടു ഫോം എ സൈക്ലിക് കോമ്പൗണ്ട്? ഒരു സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാകണമെങ്കിൽ മിനിമം എത്ര കാർബൺ ആറ്റം വേണം? സൈക്കിൾ ഫോം ചെയ്യണമെങ്കിൽ ഞാൻ ഒരു കാർബൺ വെച്ചിട്ട് സൈക്കിള്, ഒരു കാർബൺ വെച്ചിട്ട് not possible. 2 കാർബൺ വെച്ചിട്ട് not possible. 3 കാർബൺ വെച്ചിട്ട് yes it's possible. യെസ്, ഏതൊക്കെയാ കാർബൺ എന്ന് അറിയാം, ഞാൻ വരച്ചു തന്നപ്പോ. യെസ്, ഇത് കാർബൺ, ഇത് കാർബൺ, ഇത് കാർബൺ. അപ്പൊ മിനിമം 3 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദി സീരീസ്. എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്? A B C കൊടുത്തിട്ടുണ്ട്. A for apple. ഇത്രയും ചെറിയൊരു ക്വസ്റ്റ്യൻ വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത്രയും ചെറിയൊരു ക്വസ്റ്റ്യൻ. C2 C3 C4. അപ്പൊ അടുത്തത് എന്തായിരിക്കും? C5 H4 H6 H8. അപ്പൊ ഇവിടെ എന്തായിരിക്കും? H10. യെസ്, അടുത്തത് CH4. അത് ഇങ്ങനെ തന്നെ നോക്കിയാൽ മതിയെ. കാർബൺ 1, കാർബൺ 2, കാർബൺ 3, കാർബൺ 4, ഹൈഡ്രജൻ 4 6. അടുത്ത എന്തായിരിക്കും? 8 10. ഇങ്ങനല്ല ശരിക്കും. എത്രയാണ് മാറുന്നത് നോക്കിയാൽ മതി. ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. C3 എത്ര ഇടാ? 2 3 4 5 അങ്ങനെ കാർബണിന്റെ നമ്പർ. 2 4 C3 H4. യെസ്, റെഡി. അടുത്ത റെഡി അല്ലേ? ഓക്കേ, നെക്സ്റ്റ്. ഓക്കേ, അടുത്ത ചോദ്യം. സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോകാർബൺ ബിലോ ഇറ്റ്സ് മോളിക്യുലർ ഫോർമുല ചോദിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ തന്നിട്ടുണ്ട്, മോളിക്യുലർ ഫോർമുല. തന്മാത്രാ വാക്യം, തന്മാത്രാ സൂത്രം. യെസ്, തന്മാത്രാ സൂത്രം. തന്മാത്രാ സൂത്രം. ഓക്കേ, പറഞ്ഞു. സൂത്രം ഇതില് കാർബണും ഹൈഡ്രജനും 2 ആൾക്കാരാണുള്ളത്. അപ്പൊ അവരുടെ 2ന്റെയും സിമ്പിൾ എടുത്തിരുത്. അതാണ് ആദ്യത്തെ. ഇവിടെ 4 കാർബൺ ഉണ്ട്. 4 കാർബൺ. യെസ്, കാർബണിന്റെ എണ്ണം 4 ആണ്. സോ C4. ഹൈഡ്രജൻ എണ്ണം 1 2 3 4 5 6 7 8 ഹൈഡ്രജൻ. സോ ഇതാണ് അതിന്റെ
molecular 4 കാർബൺ വിട്ട് ഹൈഡ്രജൻ. യെസ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇതിന്റെ IUPAC നെയിം എഴുതണം. യെസ്. ആദ്യം കാർബൺ മെയിൻ ചെയിൻ കണ്ടെത്തി. ഇതാണ് മെയിൻ ചെയിൻ. വളരെ എളുപ്പമല്ല. 5 കാർബൺ പെൻഡ് 4 കാർബൺ അല്ലേ? 1 2 3 4 4 കാർബൺ എന്ന് പറയുമ്പോൾ ബ്യൂട്ട് എല്ലാ സെക്കൻഡ് അതൊന്ന് വായിച്ചേ. വട്ടെന്നാണോ ബ്യൂട്ടെന്നാണോ? ആ വട്ടെന്ന് എഴുതി ബ്യൂട്ടെന്ന് വായിക്കും ഞാൻ പറഞ്ഞത്. ഓക്കെ യെസ്. ഓക്കെ, ഇനി കാർബൺ സിംഗിൾ ബോണ്ടുകളാണല്ലോ കാർബണിന്റെ ചുറ്റുമുള്ളതൊക്കെ. സിംഗിൾ ബോണ്ട് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഐസോമറിസം പ്രസന്റ് ഇൻ ദ ഗിവൺ കോമ്പൗണ്ട് ആൻഡ് ദെയർ കോമൺ മോളിക്കുലർ ഫോർമുല. ഇതിൽ എത്ര കാർബൺ ആണുള്ളത് നോക്കി? 1 2 3 4 5 കാർബൺ. ഐസോമറിസം കണ്ടുപിടിക്കാനാണ്. ഇതൊരു കോമ്പൗണ്ട്, ഇതൊരു കോമ്പൗണ്ട്. എന്ത് ഐസോമറിസം ആണെന്നാണ്? അതായത് രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ അവരുടെ ചെയിനിലെ ലെങ്ത് ഇവിടെ വലിയ ചെയിൻ ആണ്, ഇവിടെ കുഞ്ഞു ചെയിൻ ആണ്, ചെറിയൊരു ബ്രാഞ്ച് ഉണ്ട്. യെസ്. അപ്പൊ എന്ത് ഐസോമറിസം? ചെയിൻ ലെങ്ത് ഡിഫറെന്റ് ആണെങ്കിൽ ചെയിൻ ഐസോമറിസം. യെസ്, ചെയിൻ ഐസോമറിസം ആണ്. അപ്പൊ ഒന്നെങ്കിൽ ഇതാകാം അല്ലെങ്കിൽ ഇതാകാം. ഇനി അതിന്റെ മോളിക്കുലർ ഫോർമുല 1 2 3 4 5 ആണ് അല്ലേ? എത്ര ഹൈഡ്രജൻ? H12 ആണ്. സോ ആദ്യത്തേതാണ് ആൽക്കേൻ അല്ലേ? കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ C5 H12. പൊസിഷൻ, അത് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്താലാണ് വരിക. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റുന്നുണ്ട്. യെസ്. അടുത്ത ചോദ്യം. Which is the smallest allycyclic hydrocarbon? Allycyclic hydrocarbon. ഏതാ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 3 കാർബൺ വരും അല്ലെ? 3 കാർബൺ. Allycyclic hydrocarbon. ഓക്കേ പറഞ്ഞു. ആദ്യത്തേത് സൈക്ലോപ്രോപ്പെയിൻ ആണ്. ഇത് സൈക്ലോപ്രോപ്പെയിൻ ആണ് അല്ലെ? 1 2 3. പ്രൊപ്പെയിനേക്കാളും ചെറുതില്ലല്ലോ. പിന്നുള്ളത് ബെൻസീൻ. 6 കാർബൺ ഉണ്ട്. ബ്യൂട്ടൈനിൽ 4 കാർബൺ ഉണ്ട്. സൈക്ലോബ്യൂട്ടീനിലും 4 കാർബൺ ഉണ്ട്. സ്മോളസ്റ്റ് അലിസൈക്ലിക് കോമ്പൗണ്ട്. സ്മോളസ്റ്റ് അലിസൈക്ലിക് കോമ്പൗണ്ട് ഈസ് സൈക്ലോ. അതാണ് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് സൈക്ലോപ്രോപ്പെയിൻ. 3 കാർബണേ ഉള്ളൂ. ഏറ്റവും ചെറുതായിരിക്കണം. അടുത്ത ചോദ്യം ഇതാണ്. Which aromatic compound has the molecular formula C6H6? ബെൻസീനയുടെ ഏറ്റവും ആരോമാറ്റിക് കോമ്പൗണ്ട് പെർട്ടിക്കുലാരിറ്റി എന്നാൽ പ്ലസന്റ് സ്മെല്ല്. ബേൺ വിത്ത് പ്ലസന്റ് സ്മെൽ ആണ്. നിങ്ങൾ കർപ്പൂരം കത്തുന്ന കണ്ടില്ലേ? ഭയങ്കര നല്ല സ്മെല്ലല്ലേ? ഓക്കെ, സ്യൂട്ടി ഫ്ലെയിം ആയിരിക്കും. നല്ല സ്യൂട്ടബിൾ ഫ്ലെയിം ആയിരിക്കും. നമ്മൾ മെഴുകുതിരിയൊക്കെ കർപ്പൂരം കത്തുന്നില്ല, സ്യൂട്ടബിൾ ഫ്ലെയിം. നമ്മൾ ഇങ്ങനെ വെച്ചാൽ അത് സൈക്ലോഹെക്സൈൻ ആണ്. സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ C6H12 ആണ്. അപ്പൊ ഇവിടെ 6 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് കൊടുക്കുക. കോമ്പൗണ്ട് ഇസ് ബെൻസീൻ. ഇപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ? എല്ലാ കാർബണും 6 ഹൈഡ്രജൻ പറ്റുള്ളൂ. 4 ബോണ്ടേ പറ്റുള്ളൂ. ഓരോ കാർബണിന് ചുറ്റും 4 ബോണ്ടല്ലേ പറ്റുള്ളൂ. ഹൈഡ്രജൻ ബില്ല് നിർത്താൻ മതി. സിമ്പിൾ. അപ്പൊ C6H6 ബെൻസീൻ. അടുത്ത ചോദ്യം. Which is the general formula of alkynes ആണ്? Alkynes. അയൻ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? CnH2n-2 അല്ലേ? ഓപ്ഷൻ പഠിച്ചു വെച്ചാൽ മതി. ആൽക്കീന്റെ ഫോർമുല CnH2n+2 ആണ്. ആൽക്കീന്റെ ഫോർമുല CnH2n ആണ്. മറ്റേത് CnH2n-2. റെഡി അല്ലേ? യെസ്. അടുത്ത ചോദ്യം ഇതാണ്. നെയിം ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താ? ഇവിടെ വന്നിരിക്കുന്നത് OH ആണ്. OH ആണ്. ആൽക്കഹോൾ ആണ്. OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത് ആൽക്കഹോൾ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. നോക്കാത്തി. എത്ര കാർബൺ? 1 2 3 4 5 6 6 കാർബൺ ആണ് അല്ലേ? ഈ കോമ്പൗണ്ടിന്റെ വേർഡ് റൂട്ട് എന്ന് വെച്ചാൽ എന്താ? അത് ഞാൻ എഴുതി. പദമൂലം. വേർഡ് റൂട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 4 5 6 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ പദമൂലം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഒരു ഹോമോലോഗസ് സീരീസ് വന്നിട്ടുണ്ട്. അതിന് എയും ബിയും C2H2 ആണ്. C2 ഇവിടെ C4. അപ്പൊ ഇവിടെ എന്തായിരിക്കും? C3 H2 H4 ആയിരിക്കും. അപ്പൊ C3H4 ആണ്. C4H6 ആണ്. C4 കഴിഞ്ഞ് വരുന്നത് C5. H6 കഴിഞ്ഞാൽ H8. സിമ്പിൾ. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അടുത്തത് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ആറ്റം. ഒരു കാർബൺ വേറൊരു കാർബണുമായിട്ട് കമ്പൈൻ ചെയ്ത് ലോങ് ചെയിൻ കോമ്പൗണ്ടുകൾ, സൈക്ലിക് കോമ്പൗണ്ടുകൾ, ബ്രാഞ്ചിഡ് കോമ്പൗണ്ടുകൾ, അങ്ങനെ മില്യൺസ് കോമ്പൗണ്ട്. ഓരോ ദിവസം 100ഓളം ഓർഗാനിക് കോമ്പൗണ്ട് ആവാൻ കാരണം കാർബണിന്റെ ഈ പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് കാറ്റനേഷൻ.
കാറ്റിനേഷൻ പ്രോപ്പർട്ടിയാണ്. ഒരുപക്ഷെ നമുക്ക് ഇന്ന് ഇത്രയും ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് മുതൽ അല്ല പേപ്പർ വരെ ടാബ്ലറ്റ് വരെ ഓർഗാനിക് ആണ്. ഇത്രയും കോമ്പൗണ്ട് ആവാൻ കാരണം കാർബണിന്റെ പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അവസാനത്തെ ചോദ്യം. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ മോളിക്കുലർ ഫോർമുല C3H4 ആണ്. C3H4 ആണെങ്കിൽ ഇതിൽ ഏത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വരച്ച് നോക്കാം. 1 2 3 കാർബൺ ആറ്റം, 4 ഹൈഡ്രജൻ ആറ്റം. 4 ഹൈഡ്രജൻ ആറ്റം ഇവർ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഇത് CH3 വരും ആൻഡ് ഇവിടെ അപ്പുറത്ത് CH വരും. യെസ്, അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ഓക്കെ, അതിന്റെ പേരും കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. 3 എണ്ണമാണ് പ്രൊപ്പൈൻ. ട്രിപ്പിൾ ബോണ്ട് വരുന്നത് കൊണ്ട് ട്രിപ്പിൾ ബോണ്ട് വരുന്നോണ്ട് YN വരെ. അടുത്തത് C4H8. C4H8 എന്ന് പറയുമ്പോൾ CnH2n+2 വരും അല്ലേ? ആൽക്കീൻ ആണ്. CnH2n. C4 ഇങ്ങനെ വന്ന് +2 അല്ലേ വരിക? CnH2n. അപ്പൊ C4H8 2 × 4 8. യെസ്, അപ്പൊ ഏതാ കോമ്പൗണ്ട്? ഒരു ആൽക്കീൻ. ആൽക്കീൻ ഇതിനകത്ത് മൂന്നാമത്തെ കോമ്പൗണ്ട് ആണ്. അപ്പൊ ആൽക്കീൻ 1 2 3 4 4 ആയതുകൊണ്ട് ബ്യൂട്ടീൻ. അടുത്ത C3 എന്താ? CnH2n+2 ആണ് വരിക. ആൽക്കീൻ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ എക്സാം ആയാലും മക്കൾ ഒന്നുകൊണ്ടും വെറിഡ് ആവണ്ട. ഇനി പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും എക്സസ് സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ബൈ.